ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അഭിവന്യ തിരുമനസ്സുകൊണ്ട് ആദരണീയരായ വൈദികരെ, കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ശ്രേഷ്ഠമായ നോമ്പ് അതിൻ്റെ പാതി പിന്നിട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ജയകരമായ ശ്ലീബ പാളയമധ്യത്തിൽ, പുതിയ ഇസ്രായേലായ നമ്മുടെ പാളയമധ്യത്തിൽ, ഈ ദേവാലയ മധ്യത്തിൽ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയും പ്രാർത്ഥനയും ശ്രേഷ്ഠമായ ആ ശ്ലീബായിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന നാളുകളിലേക്ക് നാം വരികയാണ്. എന്താണ് നമുക്ക് ഈ ലോക ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു നൽകുന്നത്? ഇന്ന് 3-ാം മണിയുടെ നമസ്കാരത്തിൽ നമ്മൾ പാടിക്കേട്ടു, അഴകുള്ളോനെ, അഴകുള്ളവളെ, ഈ പകൽ വളരെ തേജോമയമാണ്, വളരെ പ്രകാശം നിറഞ്ഞ ഒന്നാണ്. ഈ പകലിൽ നീ വളരെ ശ്രേഷ്ഠനായി, നീ വളരെ ശ്രേഷ്ഠയായി ഇങ്ങനെ പരിലസിക്കുകയാണ്. എന്നാൽ സായംകാലം വന്നാൽ ആ പകൽ മാറിപ്പോകും എന്ന വലിയൊരു ഓർമ്മപ്പെടുത്തൽ കഴിഞ്ഞ നമസ്കാരം നമുക്ക് നൽകി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം വളരെ ശോഭയോടുകൂടി നിൽക്കുന്ന ഒരു പകലുണ്ട്. എന്നാൽ അതേസമയം തന്നെ ആ പകൽ മാറി കടന്നു വരുന്ന ഒരു രാവുണ്ട്. ആ രാവും പകലും തിരിച്ചറിയുവാനും ആ രാവിലേക്ക് ആവശ്യമായ ശക്തിയും ഊർജവും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭരിച്ചു വെക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇല്ലെങ്കിൽ പത്രോസിനെ കുറിച്ച് പറയുന്നത് പോലെ മറ്റുള്ളവർ നിന്റെ അരകെട്ടിക്കുകയും അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്ന നാളുകൾ വരുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെക്കുറിച്ച് നമുക്ക് ജാഗ്രത ഉണ്ടായിരിക്കുക എന്നൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ആ ഓർമ്മപ്പെടുത്തലാണ് കർത്താവ് തന്റെ മനുഷ്യാവതാരത്തിൽ ആകമാനം ചെയ്തിരിക്കുന്നത്. ജീവിതത്തിന്റെ ഗൗരവത്തെക്കുറിച്ചും ഗുണമേന്മയെക്കുറിച്ചും നമ്മുടെ കർത്താവ് തന്റെ മനുഷ്യാവതാരത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ കർത്താവ് നമുക്ക് ആരാണ് നമുക്ക് കർത്താവായ യേശുക്രിസ്തു? അനേക മതങ്ങളുണ്ട്, അവയ്ക്കെല്ലാം അനേക ദൈവങ്ങളുണ്ട്. എന്നാൽ ആരാണ് നമുക്ക് കർത്താവായ യേശുക്രിസ്തു? കർത്താവായ യേശുക്രിസ്തു ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൾക്ക് തൊട്ടു നോക്കാവുന്ന ഒരു ദൈവമാണ്. കർത്താവായ യേശുക്രിസ്തു ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൾക്ക് രുചിച്ചു നോക്കാവുന്ന ഒരു ദൈവമാണ്. ഇങ്ങനെ തൊട്ടു നോക്കാവുന്ന, രുചിച്ചു നോക്കാവുന്ന വേറൊരു ദൈവമില്ല. അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആശ്വാസമായി ഭവിച്ചിരിക്കുന്നത്. ആ ഒരു വലിയ പ്രത്യാശയിൽ വേണം ഈ നോമ്പിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ നോമ്പ് നമുക്ക് വലിയൊരു ആത്മബലം നൽകുന്നുണ്ട്. നോമ്പ് ഒരു ഷോക്ക് അബ്സോർബറാണ്. എന്താണ് ഷോക്ക് അബ്സോർബിങ്? നമ്മൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഏത് കുഴിയിൽ വീണാലും വാഹനത്തിൽ ഇരിക്കുന്ന നമ്മളത് അറിയുന്നില്ല. അത് നമ്മുടെ ആ കുഴിയിലേക്കുള്ള നമ്മുടെ വാഹനത്തിൻ്റെ വീഴ്ചയെ ലളിതമാക്കി തരും. നമ്മളത് അറിയുന്നതേ ഇല്ല. ഇരുന്ന ഇരിപ്പിൽ നമ്മൾ ചെറുതായി ഒന്ന് പൊങ്ങുകയും താഴുകയും സാവകാശം അത് നിർവഹിച്ചു തരും. ഷോക്ക് അബ്സോർബിങ് സിസ്റ്റം. എന്നാലൊരു കുഴിയിലേക്ക് നമ്മൾ വീഴുകയും നമ്മുടെ തല ഇരുന്നിടത്തു നിന്ന് നമ്മൾ എഴുന്നേറ്റ് വണ്ടിയുടെ മുകളിൽ മുട്ടുകയും ചെയ്യുമ്പോൾ നമ്മൾ പറയും, ഇതിൻ്റെ ഷോക്ക് അബ്സോർബിങ് സിസ്റ്റം ശരിയല്ല. നോമ്പ് ഒരു ഷോക്ക് അബ്സോർബിങ് സിസ്റ്റമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ. ഈ ലോക ജീവിതത്തിൽ നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകാവുന്ന പരിക്കുകൾ, നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അതിനെയൊക്കെ നോമ്പ് ഒന്ന് ഷോക്ക് അബ്സോർബിങ് ചെയ്യുകയാണ്. മനുഷ്യ ജീവിതം എപ്പോഴും സുഖപ്രദമായിരിക്കണമെന്നില്ല, ആനന്ദദായകമായിരിക്കണമെന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം എങ്കിലും ജീവിതത്തിൽ പലപ്പോഴും കണ്ണുനീരുകളും വേദനകളും പ്രയാസങ്ങളും ഇടകലർന്നു വരും. ജീവിതം ഒരു കോക്ടെയിലാണ്. സന്തോഷത്തിന്റെ അടുത്ത നിമിഷത്തിൽ ചിലപ്പോൾ നമുക്ക് വേണ്ടി ഒരു കണ്ണുനീർ കാത്തിരിക്കും. അതുകൊണ്ട് പ്രായം ചെന്നവരൊക്കെ കുഞ്ഞുങ്ങൾ അധികം ചിരിക്കുന്നത് കാണുമ്പോൾ അവരോട് പറയും, അധികം ചിരിക്കരുത്, കരയും. അത് ചിരിക്കുന്നത് കൊണ്ടല്ല കരയുന്നത്, കരച്ചിലുള്ളത് കൊണ്ടാണ്. ചിരിച്ചില്ലെങ്കിലും കരച്ചിൽ വരും, കരഞ്ഞില്ലെങ്കിലും ചിരി വരും.
അത് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ആ ജീവിതത്തിൽ കൂടി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ജീവിതത്തിൻ്റെ തീപ്പാതകൾ നമ്മളെ എതിരേൽക്കും. ആ തീപ്പാതകളിലൂടെ നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ടുന്ന നിമിഷങ്ങൾ വരും. ജീവിതത്തിൻ്റെ തീപ്പാതകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു മരത്തിൽ നിന്ന് താഴേക്ക് വീണുപോയ, ഒരു തള്ളയുടെ കൂട്ടിൽ നിന്ന് താഴേക്ക് വീണുപോയ ഒരു കുഞ്ഞു കിളിയെ പോലെ നമ്മൾ ജീവിതത്തിൽ ഒറ്റയ്ക്കിരുന്ന് വിറയ്ക്കേണ്ടി വരുന്ന സമയങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ആശ്വാസമായി വരുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യാനുഭവ സാന്നിധ്യമാണ്. അതിനെ കൂടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഈ നോമ്പ് നമ്മളെ അതിനു വേണ്ടി ഒന്ന് കണ്ണു തെളിച്ചെടുക്കുകയാണ്. നോമ്പ് നമ്മളെ ഒന്ന് ഷോക്ക് അബ്സോർബിങ് ചെയ്യുകയാണ്. നാം അതിനൊന്ന് വിധേയപ്പെട്ട് കൊടുക്കണം. രണ്ടാമതായി, നോമ്പ് സിംഹത്തിന്റെ പുറത്ത് കയറിയുള്ള ഒരു യാത്രയാണ്. നമുക്ക് അനേക വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ആ വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ സുരക്ഷിതത്വത്തിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. രാജ്യാന്തര തലത്തിൽ തന്നെ സുരക്ഷിതത്വ പരിശോധനയൊക്കെ ഉണ്ട്. എന്നാൽ ചില പ്രത്യേക വാഹനങ്ങൾ, വലിയ വലിയ ഭരണാധികാരികളൊക്കെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ എത്ര ഇടിച്ചാലും മറിഞ്ഞാലും ആക്രമണങ്ങൾ നേരിട്ടാലും അതിന് വലിയ പ്രൊട്ടക്ഷൻ അവർ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. നോമ്പിനെ കുറിച്ച് പറയുന്നത് അത് ഒരു യാത്രയാണെങ്കിൽ നോമ്പ് സിംഹത്തിന്റെ പുറത്ത് കയറിയുള്ള ഒരു യാത്രയാണ്. എന്താണ് സിംഹത്തിന്റെ പുറത്ത് കയറി നാം യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത? നമുക്ക് യാതൊന്നിനെയും ഭയക്കേണ്ടതായിട്ടില്ല. നമുക്ക് മാനുഷികമായ യാതൊന്നിനെയും, പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും, പൈശാചികമായ യാതൊന്നിനെയും ഭയക്കേണ്ടതായിട്ടില്ല. കാരണം നാം ആരുടെ പുറത്താണ്? നാം നോമ്പിന്റെ പുറത്താണ്. നാം സിംഹത്തിന്റെ പുറത്താണ് യാത്ര ചെയ്യുന്നത്. പൈശാചികനൊക്കെ അങ്ങ് മാറി നിൽക്കുകയുള്ളൂ. പൈശാചികനുണ്ടോ എന്ന് ചോദിച്ചാൽ പൈശാചികനുണ്ട്. ദൈവമുണ്ട്, പൈശാചികനുമുണ്ട് അല്ലേ? പൈശാചികൻ നമ്മളെ ഓരോ നിമിഷവും സാത്താൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്, സങ്കടങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ആത്മീയമായി യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ്. ആത്മീയമായി യാത്ര ചെയ്യാത്തപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, പ്രതിസന്ധികളും ഇല്ല. ഒരു ദേവാലയത്തിൽ നിന്ന് നിരന്തരമായി പണം മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ പണം എടുത്തുകൊണ്ട് പോകുന്നത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാൾ ഒരു ദിവസം അയാളെ മാറ്റി നിർത്തി ചോദിച്ചു, നീ ഇങ്ങനെ പള്ളിയിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോയാൽ അതൊരു ദൈവനിന്ദയല്ലേ? നീ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം നിന്നോട് ചോദിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറയുകയാണ്, അതിന് സ്വർഗത്തിൽ ചെന്നിട്ടല്ലേ, സ്വർഗത്തിൽ ചെന്നാലല്ലേ ചോദിക്കുകയുള്ളൂ, ചെന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. ആത്മീയ ജീവിതത്തിൽ നാം ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. നമ്മുടെ ആ ജാഗ്രത, നാം ആത്മീയമായി ഒന്ന് ജീവിക്കണമെന്ന് താല്പര്യപ്പെട്ട ഒരു വേദപുസ്തകം നിവർത്തി വെച്ച് അതിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് മറ്റലോഹ്യങ്ങൾ കടന്നു വരുന്നത്. ഒരു ദിവസം ഒന്ന് ഉപവസിക്കണമെന്ന് തീരുമാനിക്കുമ്പോഴാണ് അതിൻ്റെതായ അലോഹ്യങ്ങൾ കടന്നു വരുന്നത്. അല്ല, യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഈ സാത്താന്യ ശക്തികളുടെ സാന്നിധ്യം എന്നുള്ളത് ആത്മീയ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തിയും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ്. ദൈവിക സാന്നിധ്യത്തെ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ്. യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ല, യോബ് നീതിമാനായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ദൈവം അവിടെ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. ദൈവത്തിന്റെ പുത്രന്മാരും അല്ലെ യോബിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്ന ആ മീറ്റിംഗിലേക്ക് ദൈവത്തിന്റെ പുത്രന്മാരും ദൈവവും എല്ലാം ഇരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാരും ദൈവവും എല്ലാം ഇരുന്ന് ആ മീറ്റിംഗിലേക്ക് അപ്രതീക്ഷിതമായ ഒരു അതിഥിയായിട്ട് ആര് കടന്നു വരുന്നു? സാത്താൻ കടന്നു വരുന്നു. അപ്പോൾ ദൈവവും ദൈവപുത്രന്മാരും ഇരിക്കുന്ന, ദൈവദൂതന്മാരും ഇരിക്കുന്ന ആ മീറ്റിംഗിലേക്ക് കയറി വരാനുള്ള സ്വാതന്ത്ര്യമുള്ള ആളാണ് സാത്താൻ. സാത്താനോട് ദൈവം പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവനായ യോബിന്റെ പ്രാണനെ തൊടരുതെന്നാണ്. കാരണം മാംസത്തിൽ തൊടാനുള്ള അധികാരം ആർക്കുണ്ട്? സാത്താന് ഉണ്ട്. പിതാക്കന്മാരുടെ എഴുത്തിൽ നാം ഇങ്ങനെ കാണുന്നു, പുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് പുരോഹിതൻ ചൊല്ലുന്നു, വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ മറ നീക്കി പുരോഹിതൻ ചൊല്ലുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ആദ്യത്തെ പ്രാർത്ഥനയാണതല്ലേ? 3 പ്രാവശ്യം ആ പ്രാർത്ഥന ചൊല്ലും. പുരോഹിതൻ ആദ്യം ചൊല്ലുകയാണ്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
അപ്പോൾ മാറി നിന്ന് സാത്താനും പറയും ഞാനും പരിശുദ്ധനാണ്. സാത്താന്റെ അവകാശവാദം ഇത് തന്നെയാണ്. ദൈവം പരിശുദ്ധനാണെന്ന് നാം പറയുന്നത് പോലെ തന്നെ സാത്താന്റെയും അവകാശവാദം സാത്താനെ കുറിച്ച് ഞാനും പരിശുദ്ധനാണ് എന്നാണ്. വീണ്ടും പുരോഹിതൻ ചൊല്ലും ബലവാനേ നീ പരിശുദ്ധനാകുന്നു. അപ്പോൾ സാത്താനും പറയും ഞാനും ബലവാനാണ്. യെസ്, സാത്താനും ബലവാനാണ്. വീണ്ടും പുരോഹിതൻ ചൊല്ലും മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. സാത്താനും പറയും ഞാനും മരണമില്ലാത്തവനാണ്. സാത്താനും മരണമില്ല. വീണ്ടും പുരോഹിതൻ ചൊല്ലും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പുരോഹിതൻ ചൊല്ലുമ്പോൾ സാത്താന്റെ ശിരസ് കുനിയുകയാണ്. അവൻ അവിടെ നിന്ന് ഓടി മാറുകയാണ്. കാരണം ക്രൂശിക്കപ്പെട്ടവൻ എന്നൊരു അവകാശവാദം സാത്താന് ഇന്നയോളം ഇല്ല. അതാണ് സാത്താന്റെ മുമ്പിൽ ദൈവശക്തിയുടെ ജയം. അതുകൊണ്ടാണ് ഈ നോമ്പിന്റെ മധ്യത്തിൽ കർത്താവിന്റെ ജയകരമായ ശ്ലീബ തുടർന്നുള്ള നമ്മുടെ ആത്മീയ യാത്രയിൽ നമുക്ക് വലിയ ശക്തിയാകുന്നതിനായിട്ട് ഈ ദേവാലയ മധ്യത്തിൽ ഉയർത്തിയിരിക്കുന്നു. നമ്മളതിൻ്റെ ചുറ്റും ഒരു തള്ളക്കോഴിയുടെ ചുറ്റും കുഞ്ഞുങ്ങൾ കൂടിയിരിക്കുന്നത് പോലെ ആ ചൂടിനോട് ചേർന്നിരിക്കുന്നതും, ദേവാലയ മധ്യത്തിൽ ശ്ലീബ ഉയർത്തിയതിനു ശേഷം നമ്മൾ ദേവാലയത്തിനുള്ളിലേക്ക് വരുമ്പോഴും ദേവാലയത്തിന് പുറത്തേക്ക് പോകുമ്പോഴും ശ്ലീബയെ വണങ്ങുന്നതും മുത്തുന്നതുമെല്ലാം ആശ്രയം നമുക്ക് അധികമായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് നോമ്പ് ഒരു ഷോക്ക് അബ്സോർബിങ് സിസ്റ്റമാണ്. നോമ്പ് സിംഹത്തിൻ്റെ പുറത്ത് കയറിയുള്ള അതീവ സുരക്ഷിതമായ ദൈവകരങ്ങളിൽ ഇരുന്നുള്ള ഒരു യാത്രയാണ്. യാതൊരു ശക്തിക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. യാതൊരു ശക്തിയുടെയും മുമ്പിൽ നാമും നമ്മുടെ കുടുംബവും നമ്മുടെ തലമുറകളും ഇരുന്നു പോവുകയില്ല എന്ന വലിയൊരു സന്ദേശമാണ് ഈ നോമ്പ് നമുക്ക് നൽകുന്നത്. ഈ സമയത്ത് ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഉത്തമഗീതം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഉത്തമഗീതം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം അതിപ്രകാരമാണ്: ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്യം വായിക്കാം. ഉത്തമഗീതം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ. ഉത്തമഗീതം നമുക്കറിയാം, ജ്ഞാനിയായ ശലോമോന്റെ പ്രണയ ഗീതങ്ങളാണ്. ഇവിടെ പ്രിയതമനും പ്രിയതമയുമുണ്ട്. അവരുടെ സ്നേഹജീവിതത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്, പ്രത്യാശയുണ്ട്, സ്നേഹമുണ്ട്. ഇതെല്ലാം ഈ പുസ്തകത്തിൽ പറയുമ്പോൾ സഭാപിതാക്കന്മാർ പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും പരിശുദ്ധ സഭയുമായിട്ടുള്ള തീവ്രമായ ഒരു ബന്ധമാണ് ഉത്തമഗീതം പറയുന്നത് എന്നാണ്. പ്രവചന പുസ്തകങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ, യെശയ്യാ പ്രവചനവും യെരമ്യാ പ്രവചനവും തുടങ്ങിയ എല്ലാ പ്രവചന പുസ്തകങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേലും യഹോവയുമായിട്ടുള്ള ബന്ധം ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പോലെയാണ്. അത്രമാത്രം തീവ്രമായിട്ടാണ് യഹോവയാം ദൈവം പഴയ നിയമ ഇസ്രായേലിനെ സ്നേഹിച്ചിരിക്കുന്നത്. ഹോശേയുടെ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും, അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഇനി മുതൽ അവൾ എന്നെ ഈശി അഥവാ ഭർത്താവേ എന്നാണ്, പ്രിയപ്പെട്ടവനെ എന്നാണ് വിളിക്കുന്നതെന്നാണ് പ്രവചിക്കുന്നത്. അപ്പോൾ യഹോവയാം ദൈവവും പഴയ നിയമ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം, ഉത്തമഗീതത്തിൽ കാണുന്ന ഈ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പുതിയ നിയമ ഇസ്രായേലായ നമ്മളെ സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തുവും നാമും പരിശുദ്ധ സഭയും തമ്മിലുള്ള ബന്ധമാണ്. നാം ആരാണ്? നാം മണവാട്ടിയാണ്.
അത് ഈ സഭയിലെ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്ന വിശ്വാസി സമൂഹം, ഈ പരിശുദ്ധ സഭ കർത്താവിന്റെ മണവാട്ടിയാണ്. മണവാളൻ കർത്താവും. ഇവിടെ നാം കാണുന്നു ഒരു വിവാഹ വീട്ടിലെ ഗാനമാണ്. യഹൂദന്മാരുടെ ഇടയിൽ വിവാഹത്തിന്റെ തലേന്ന് അവർ ഒരുമിച്ച് കൂടി വിവാഹ ഗീതങ്ങൾ പാടും. മണവാളനെ കുറിച്ചും മണവാട്ടിയെക്കുറിച്ചും അവരുടെ സ്നേഹത്തെക്കുറിച്ചും അവരുടെ മണിയറയെക്കുറിച്ചും അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ചും ഒക്കെയുള്ള രസകരമായ അർത്ഥമുള്ള സ്നേഹനിർഭരമായ പാട്ടുകൾ പാടും. അത് 2 സംഘങ്ങളായിട്ട് തിരിഞ്ഞിരുന്നാണ് അവർ പാടുന്നത്. ഒരു സ്റ്റാൻസ ഒരു സൈഡിലുള്ളവർ പാടും, മറ്റേ സ്റ്റാൻസ മറ്റുള്ളവർ പാടും. അങ്ങനെ ഈരടികൾ മാറി മാറി പാടി ആ വിവാഹരാവ് അങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോഴാണ് മണവാളൻ കടന്നു വരുന്നത്, അല്ലേ? പുതിയ നിയമത്തിലെ ഉപമയിൽ നമ്മൾ കാണുന്നില്ലേ, മണവാളൻ വരുന്നു എന്നൊരു ആരവമുണ്ടായി. മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. അതുപോലെ ഒരു പശ്ചാത്തലമാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ പാട്ട് കാണാൻ. അവിടെ പറയുന്നു, ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ. എന്താണ് ഈ മുന്തിരിത്തോട്ടം? പഴയ നിയമ ഇസ്രായേലിലെ മുന്തിരിത്തോട്ടത്തെ കുറിച്ചാണ് പുറമേക്ക് നമുക്ക് പറയുന്നതെന്ന് തോന്നുമ്പോഴും ഇതിന് ആഴമായ ഒരു ആത്മീയ അർത്ഥമുണ്ട്. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരി വള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ. ഈ മണവാളനും മണവാട്ടിയും നയിക്കുവാൻ പോകുന്ന കുടുംബജീവിതമാകുന്ന ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അപാകങ്ങളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അവരുടെ വിവാഹത്തിന്റെ തലേന്നാളോ ആ സമീപ ദിവസങ്ങളിലോ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഇവർക്ക് നൽകുകയാണ്. അപ്പോൾ ഇത് കേവലം ഒരു പ്രണയഗാനം മാത്രമല്ല, ഇത് വലിയൊരു ആത്മീയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അങ്ങനെ കുടുംബജീവിതവും ആത്മീയ ജീവിതവും സ്നേഹബന്ധങ്ങളും ഭാര്യാഭർത്തൃബന്ധവും എല്ലാം ഇഴപിരിക്കാനാവാത്ത വിധം ഇങ്ങനെ ഉത്തമ ഗീതത്തിൽ കലർന്നു കിടക്കുകയാണ്. ഇപ്പോൾ യഹൂദന്മാരുടെ മുന്തിരിത്തോട്ടത്തിൽ, ആ കാലത്തെ മിഡിൽ ഈസ്റ്റിലെ മുന്തിരിത്തോട്ടങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, മുന്തിരിത്തോട്ടങ്ങൾ ഇങ്ങനെ തഴച്ചു കഴിയുമ്പോൾ അതിനെ വേലി കെട്ടി സംരക്ഷിക്കും. മറ്റാക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെയാണത്. എന്തിനാണ് വേലി? വേലിക്ക് പ്രധാനമായി 2 ഉത്തരവാദിത്തങ്ങളാണുള്ളത്. 1, എടുത്തുചാട്ടം തടയുക. 2, അതിക്രമങ്ങളെ പ്രതിരോധിക്കുക. റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു ഇംഗ്ലീഷ് പോയമുണ്ട്, ഫെൻസസ്. അതിൽ അദ്ദേഹം എഴുതുന്നു, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. നല്ല വേലികൾ നല്ല അയൽക്കാരെ നിർമ്മിക്കുന്നു എന്നാണ്. ആരോഗ്യകരമായ വേലികൾ. ഇപ്പോഴത്തെ കാലത്ത് ആരും ഞങ്ങളെ കാണണ്ട, ആരും ഞങ്ങളുടെ വീട്ടിലേക്ക് വരണ്ട എന്ന മട്ടിലുള്ള വേലികളല്ല ഫ്രോസ്റ്റ് ഉദ്ദേശിക്കുന്നത്. മറ്റു വേലികൾ, പഴയ കാലത്തെ വേലികളുണ്ടല്ലോ, ആ വേലിക്കിടയിലൂടെ നമ്മുടെ കൈ കടത്തി വിടാവുന്ന വേലികൾ. ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു വിരുന്നുകാരൻ അത്യാവശ്യത്തിന് വന്നാൽ ഈ വീട്ടിലേക്ക് ആവശ്യമായ ചില വിഭവങ്ങൾ മറ്റു വീട്ടിൽ നിന്ന് നമുക്ക് തരുവാൻ പാകമായ വേലികൾ, ആരോഗ്യകരമായ വേലികൾ, ആ വേലികളെ കുറിച്ചാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പറയുകയാണ്. മിഡിൽ ഈസ്റ്റിലെ മുന്തിരിത്തോട്ടങ്ങൾ വേലികൾ കെട്ടി സംരക്ഷിക്കും. യജമാനൻ നോക്കുമ്പോൾ വേലികളാൽ തന്റെ മുന്തിരിത്തോട്ടം വളരെ സുരക്ഷിതമായിരിക്കുന്നു. അതിനെ ഒരു പ്രധാന വാതിൽ കാണും. ആ വാതിൽക്കൽ കാവൽക്കാരൻ കാണും. അപ്പോൾ ആ കാവൽക്കാരൻ അറിയാതെ ഒന്നുമേ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്നാണ് വെപ്പ്. എന്നാൽ അങ്ങനെയല്ലാത്ത ചിലർ മുന്തിരിത്തോട്ടത്തിലേക്ക് വരുന്നു. അതിനെക്കുറിച്ചാണ് ഉത്തമഗീതം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആരാണ്? ചെറുകുറുക്കന്മാർ. വലിയ കുറുക്കന്മാരൊക്കെ വരുന്നത് നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ ഈ ചെറു കുറുക്കന്മാർ വരുന്നത് അറിയാൻ സാധിക്കുകയില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിലും കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് ഈ ചെറു കുറുക്കന്മാരുടെ ആക്രമണം. അപ്പോൾ ഈ മുന്തിരിത്തോട്ടത്തിന്റെ വേലികളെല്ലാം വളരെ ഭദ്രമാണെങ്കിലും അതിന് ഇടയ്ക്ക് ചെറിയ ചെറിയ വിടവുകൾ കാണും. ഏറ്റവും അടിയിൽ ഈ മണ്ണും വേലിയുമായിട്ട് ചേരുന്ന ഭാഗത്ത് അതിനിടയിലൂടെ ചെറുകുറുക്കന്മാർ നൂണ് കയറും. ചെറുകുറുക്കന്മാർ പ്രധാന വാതിലിലൂടെ അല്ല വരുന്നത്, അവർ വേലിക്കടിയിലൂടെ നൂണ് കയറുകയാണ്. ദേ ഇൻട്രൂഡ്, അവർ നൂണ് കയറും. അവർ രാത്രിയിലാണ് വേലിക്കടിയിലൂടെ നൂണ് കയറുന്നത്. അഴകുള്ളോനെ, പകലത്യന്തം തേജോപൂർണം നമ്മൾ പാടി ഇല്ലേ? എന്നാൽ സായംകാലം വന്നാൽ ആ പകൽ മാഞ്ഞു പോകും.
ഇതേക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. എന്നാൽ രാത്രിയിൽ ഈ ചെറുകുറുക്കന്മാർ വന്ന് വേലിക്കിടയിലൂടെ നൂണ് കയറി ഈ മുന്തിരിത്തോട്ടത്തിനുള്ളിൽ കയറി മുന്തിരിയുടെ തലക്കലല്ല കടിക്കുന്നത്, കടക്കലാണ് കടിക്കുന്നത്, അടിഭാഗത്താണ് കടിക്കുന്നത്. പിറ്റേന്ന് രാവിലെ യജമാനൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ മുന്തിരിത്തോട്ടമെല്ലാം വളരെ മഞ്ഞിൽ കുളിച്ച് തലപ്പുകളെല്ലാം വളരെ ആരോഗ്യത്തോട് കൂടി നിൽക്കുന്ന, ഒരു കുഴപ്പമില്ല. എന്നാൽ ഇന്ന് പകലത്തേതുപോലെയുള്ള ഒരു വെയിലൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വീണ്ടും യജമാനൻ മുന്തിരിത്തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? അനേകം തലപ്പുകൾ ഇങ്ങനെ വാടി മറഞ്ഞു കിടക്കുകയാണ്. രാവിലെ മഞ്ഞിൽ കുളിച്ച് യാതൊരു കുഴപ്പവുമില്ലാതിരുന്ന മുന്തിരിത്തലപ്പുകൾ ഒരു വെയിൽ കൊണ്ടു കഴിഞ്ഞപ്പോൾ വാടി വീണിരിക്കുന്നു. അപ്പോൾ മുന്തിരിത്തോട്ടത്തിലെ ആ തലപ്പുകൾക്ക് എന്താണ് സംഭവിച്ചത്? രാത്രിയിൽ തോട്ടത്തിനുള്ളിലേക്ക് നൂണ് കയറിയ ചെറുകുറുക്കന്മാർ ആക്രമിച്ചതാണ്. നമ്മുടെ ചുറ്റുവട്ടമുള്ള അനേക ജീവിതങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, എത്രമാത്രം സന്തോഷവാനായ ഒരുവനായിരുന്നു അവൻ, എത്രമാത്രം സന്തോഷവതിയായിരുന്നവൾ, എത്രമാത്രം സ്നേഹത്തോടുകൂടി ജീവിച്ചിരുന്ന ഭാര്യയും ഭർത്താവുമായിരുന്നു അവർ. എന്താണ് സംഭവിച്ചത്? ഇതാണ് സംഭവിച്ചത്, ആരും അറിയാത്ത ആക്രമണം. അതുകൊണ്ടാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മണവാളനോടും മണവാട്ടിയോടും അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പറയുന്നത്, ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് സൂക്ഷിച്ചും പ്രാർത്ഥിച്ചും. കോട്ടയം ഭദ്രാസനത്തിലെ ഞങ്ങളുടെ ഗുരുവായ ഇവനിയോസ് തിരുമേനി, കാലം ചെയ്ത ഇവനിയോസ് തിരുമേനി എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. എപ്പോൾ എന്ത് കാര്യത്തിന് പോയാലും തിരുമേനി ഞങ്ങളോട് ഓർമ്മിപ്പിക്കുമായിരുന്നു, സൂക്ഷിച്ചും പ്രാർത്ഥിച്ചും. നമ്മൾ ഒന്നിനെക്കുറിച്ചും അമിതമായി അഹങ്കരിക്കേണ്ടുന്ന കാര്യമില്ല, ഒന്നിനെക്കുറിച്ചും തീർത്തും നമ്മൾ നിരാശപ്പെടുകയും ചെയ്യേണ്ടുന്ന കാര്യമില്ല. ഇതിനിടയിലൂടെ ദൈവം നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഈ പകൽ സമയം, നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതിനെ നമുക്ക് സൂക്ഷിച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. ദൈവ സാന്നിധ്യ ബോധത്താൽ നിറച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. നമ്മളതാണ് യഹോവയുടെ സ്വന്തം ജനമായ ഇസ്രായേലിന്റെ ജീവിതത്തിൽ കാണുന്നത്. ഇസ്രായേൽ അനേക തവണ ദൈവസന്നിധിയിൽ നിന്ന് വഴിതെറ്റിപ്പോയി അല്ലേ? അനേക പ്രാവശ്യം ഇസ്രായേൽ യോസഫിന്റെ പിൻഗാമികളായിട്ട് മിസ്രയീമിൽ ഇങ്ങനെ താമസിക്കുകയാണ് അല്ലേ? അവർക്ക് യോസഫിനെ അറിയാത്ത ഫറവോൻ വന്നു കഴിഞ്ഞപ്പോൾ അടിമപ്പണി ചെയ്യേണ്ടതായിട്ട് വന്നു. അതുവരെ അവർക്ക് വിസയൊക്കെ ഉണ്ടായിരുന്നു. യോസഫിനെ അറിയാത്ത ഫറവോൻ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വിസയൊക്കെ ഇൻവാലിഡായി. അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ലാതായി. അവരെങ്ങനെ അതിശക്തമായ അടിമപ്പണി ചെയ്യുകയാണ് ഫറവോന്റെ അടുത്ത്. പക്ഷെ ഇസ്രായേൽ അടിമപ്പണി ചെയ്യുന്നു എന്ന് തിരിച്ചറിഞ്ഞത് ആരാണ്? ഇസ്രായേലാണോ? അല്ല. അടിമപ്പണി ചെയ്യുന്നു എന്ന് ഇസ്രായേലിന് യാതൊരു ബോധവും ഇല്ലായിരുന്നു. കാരണം അടിമപ്പണി അല്ലാതെ വേറൊരു പണിയും ഇസ്രായേൽ ചെയ്തിട്ടില്ല. അടിമപ്പണിയല്ലാതെ യാതൊരു പണിയും ചെയ്യാതെ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവർ എങ്ങനെയാണ് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അടിമപ്പണിയാണെന്ന് അറിയുന്നത്? നമ്മുടെ ജീവിതത്തിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പാപജീവിതമല്ലാതെ യാതൊരു പുണ്യവും ജീവിതത്തിൽ ചെയ്യാതെ മുന്നോട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ തങ്ങളുടെ പാപജീവിതം നയിക്കുന്നു എന്ന് എങ്ങനെ തിരിച്ചറിയും? ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പലതും പലരെ സംബന്ധിച്ചും പാപമല്ലാതാകുന്നത് അങ്ങനെയാണ്. അത് ആണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഇസ്രായേലും അങ്ങനെ തങ്ങളുടെ അടിമപ്പണിയായി തിരിച്ചറിയാതെ ഇങ്ങനെ പോകുമ്പോൾ ആർക്കാണ് ഉള്ളുവേദനിച്ചത്? യഹോവയാം ദൈവം അവരുടെ കഷ്ടപ്പാട് കണ്ടു എന്നാണ്. യഹോവയാം ദൈവം അവരുടെ, നാം ദൈവത്തെ കാണുക എന്നതിനേക്കാൾ ദൈവം നമ്മെ കാണുന്നു എന്നാണ്. അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിലേക്ക് ഒരു ദാസി കടന്നു വരുന്നുണ്ട്, ഹാഗാർ അല്ലേ? ഹാഗാറിന് അബ്രഹാമിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ ഒത്താശകളും സാറ ചെയ്തു കൊടുത്തുവെങ്കിലും കുഞ്ഞായി കഴിഞ്ഞപ്പോൾ സാറയുടെ മട്ടുമാറി. എപ്പോഴാണ് ഇവരുടെ മട്ടുമാറുന്നെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. കുഞ്ഞ് ജനിച്ചിട്ട് പുറത്തേക്ക് പോകുന്നു.
കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രയാണം ചെയ്യേണ്ടതായിട്ട് വരുന്നു അല്ലേ? അങ്ങനെ കുഞ്ഞ് ജനിച്ചിട്ട് കുഞ്ഞിനെയും കൊണ്ട് മരുഭൂമിയിൽ അവന് വെള്ളം കൊടുക്കാനില്ലാതെ അബ്രഹാം കൊടുത്തു വിട്ട വെള്ളവും, എന്തായാലും ഒരു പാത്രം വെള്ളം കൊടുത്തിട്ടാണ്, ഒരു ബോട്ടിൽ വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു കുഞ്ഞിനെ കൊണ്ട് പോക്കോളാൻ പറഞ്ഞു. അങ്ങനെ അബ്രഹാം കൊടുത്ത വെള്ളവും തീർന്നിട്ട് ഒരു അമ്പിൻപാട് ദൂരം മാറിയിരുന്ന ഒരു കുറുങ്കാട്ടിൻ തണലിൽ കുഞ്ഞിനെ മരിക്കാൻ വിട്ടിട്ട് ഹാഗാർ കരയുകയാണ്. ഒരു കുറുങ്കാട്ടിൻ തണലിൽ തൻ്റെ കുഞ്ഞിനെ മരിക്കാൻ വിട്ടിട്ട് ഒരമ്പിൻപാട് ദൂരം മാറിയിരുന്ന് കരഞ്ഞു എന്നാണ്. അപ്പോൾ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി, ഹാഗാറേ, കുഞ്ഞിന്റെ കരച്ചിൽ ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കരഞ്ഞതാരാണ്? ഹാഗാറാണ്. ദൈവസന്നിധിയിൽ ചെന്ന കരച്ചിൽ ആരുടേതാണ്? കുഞ്ഞിൻ്റേത്. അതുകൊണ്ട് അമ്മ കരഞ്ഞാൽ കുഞ്ഞിൻ്റെ ബോധ്യങ്ങളാണ് ദൈവസന്നിധിയിൽ എത്തുന്നത്. അതുകൊണ്ടാണ് അമ്മമാർ കരയണമെന്ന് പറയുന്നത്. ഹാഗാറേ, കുഞ്ഞിൻ്റെ കരച്ചിൽ ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഹാഗാർ യഹോവയുടെ ദൂതനോട് പറയുകയാണ്, എന്നെ കാണുന്നവനെ ഞാൻ കണ്ടിരിക്കുന്നു, എന്നെ കാണുന്നവനെ ഞാൻ കണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ബേർ ലഹോയി റോയ് എന്ന നീരുറവന് പേരിട്ടു എന്നാണ്. ബേർ ലഹോയി റോയ്, എന്നെ കാണുന്നവനെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പേരിട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ബേർ ലഹോയി റോയ് വേണം. എന്നെ കാണുന്നവനെ ഞാൻ കണ്ടിരിക്കുന്നു. ഞാൻ കണ്ടില്ലേലും അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി കരയുന്നതിന് മുമ്പേ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ദൈവസന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. ഇസ്രയേലിന്റെ അടിമപ്പണി യഹോവ കണ്ടു, ഇസ്രയേൽ കണ്ടില്ല. ഇസ്രയേലിന് അതേക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. അടിമപ്പണി സ്ഥിരമായി ചെല്ലുന്നവർക്ക് എന്ത് അടിമപ്പണി? യാതൊരു ബോധ്യവുമില്ല. പക്ഷെ മോശ അതിനു വേണ്ടി ഒരുക്കി. മോശയാണ് വന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് അടിമപ്പണിയാണ്. നിങ്ങൾക്കൊരു ദേശമുണ്ട്, അത് പാലും തേനും ഒഴുകുന്ന ദേശമാണ്, നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴും ഈ ജനത്തിന് യാതൊരു വെളിവുമില്ല. എന്ത് പാല്, എന്ത് തേന്, യാതൊരു ബോധ്യവുമില്ല. അവിടെ നിന്നും പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. എന്നാൽ മരുഭൂമിയിൽ പലപ്പോഴും ഈ ജനം മോശക്കെതിരെ നിൽക്കുകയാണ്. പശുവിനെയും കൊണ്ട് അതിന്റെ ഉടമസ്ഥൻ പെരുവഴിയിലൂടെ പോകുന്നു. അങ്ങാടിക്കവലയിൽ എത്തിയപ്പോൾ പശു തിരിഞ്ഞിട്ട് പോവുകയാണ്. ഉടമസ്ഥൻ കയറിൽ പിടിച്ചു വലിക്കുന്നു. ആ ചിത്രം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ. അതായിരുന്നു ഇസ്രയേൽ. പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോവുകയാണ്, വഴിവിട്ടു പോവുകയാണ്. അവർക്ക് അവരുടെ അടിമ ജീവിതത്തിന്റെ സുഖങ്ങളെ കുറിച്ചാണ് പറയാനായിട്ടുണ്ടായിരുന്നത്. അവർക്ക് എപ്പോഴും ഫറവോന്റെ സന്നിധിയെ കുറിച്ചാണ് പറയാനായിട്ടുണ്ടായിരുന്നത്. മോശ വളരെ വിഷമിച്ചു പോയി. ജീവിതത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും വിട്ടിട്ടാണ് മോശ ഇറങ്ങിപ്പോകുന്നത് അല്ലേ? മോശ ഫറവോന്റെ രാജകുമാരിയുടെ വളർത്തുമകനായിരുന്നു, ഏറ്റവും പ്രിയപ്പെട്ട മകൻ. മോശയുടെ അമ്മയ്ക്ക് മുലപ്പാൽ കൊടുക്കുന്നതിന് ശമ്പളം കൊടുത്തയാളാണ് ഫറവോന്റെ രാജകുമാരി. അപ്പോൾ അത്രമാത്രം മോശയെ സ്നേഹിച്ച് കൊട്ടാരത്തിൽ വളർത്തുകയാണ്. ഒരു രാജകുമാരന് കിട്ടേണ്ടതായ എല്ലാ ആയോധന പരിശീലനങ്ങളും കിട്ടിക്കഴിഞ്ഞു. ആ രാജകൊട്ടാരത്തിലെ ഉയർന്ന സർവകലാശാലകളിലെ വിജ്ഞാനം ലഭിച്ചു കഴിഞ്ഞു. ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരൻ, സുന്ദരൻ, വേണമെങ്കിൽ മിസ്രൈമിലെ രാജാവായിട്ട് വരെ അഭിഷേകം ചെയ്യപ്പെടാൻ, അടുത്ത ഫറവോയായിട്ട് വരെ അഭിഷേകം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരാൾ. അങ്ങനെയുള്ള ഒരാൾ വലിയ നിയോഗങ്ങളുമായിട്ട് ഈ ജനത്തെയും കൊണ്ട് പോകുമ്പോൾ ആ ജനം തിരിഞ്ഞിട്ട് മോശയോട് ചോദിക്കുകയാണ്, നീ ഞങ്ങളെ ഈ മരുഭൂമിയിൽ എവിടെ കൊല്ലാൻ കൊണ്ടുപോകുന്നു അല്ലേ? അപ്പനും അമ്മയും ഒക്കെ കുടുംബത്തിന് വേണ്ടി വളരെയേറെ അധ്വാനിച്ച് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി എന്ത് സമ്പാദിച്ചു? നിങ്ങൾ ഇത്രയും കാലം കിടന്ന് ഓടിയല്ലോ, ഇവിടെ എന്തുണ്ടാക്കി എന്ന് ചോദിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് തോന്നുന്ന ആ വിഷമം മോശയ്ക്ക് മരുഭൂമിയിൽ നേരിടുകയാണ്. നമ്മൾ സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ അത് കാണുന്നു. ജനത്തെയും കൊണ്ട് മോശ ഇങ്ങനെ പോവുകയാണ്. സംഖ്യാപുസ്തകം 11:4 കാണുന്നു, പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി, ജാതി കലർന്നു പോയി ഇസ്രയേലിൽ. ഇസ്രയേൽ മക്കൾ കരയാൻ തുടങ്ങി. ഇതിനു മുമ്പ് തന്നെ യഹോവയാൻ ദൈവം കുറെ പേരെ നശിപ്പിച്ചു, വീണ്ടും വീണ്ടും നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജനം മോശയുടെ അടുത്ത് നിന്ന് കരയുകയാണ്. അപ്പോൾ ഈ മരുഭൂ പ്രയാണത്തിൽ ഇസ്രയേലിന്റെ വലിയൊരു സങ്കടം അവർ മോശയുടെ അടുക്കൽ പറയുകയാണ്.
നമുക്ക് വളരെ കൗതുകം തോന്നും അവരുടെ ഈ സങ്കടം കേട്ടാൽ. സംഖ്യാപുസ്തകം 11:4 നമ്മളത് കാണുന്നുണ്ട്. ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചി ആർ തരും. അതാണ് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സങ്കടം, അല്ലെ? പാതി നോമ്പ് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നാമും വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചി ആർ തരുമെന്ന വലിയ സങ്കടം. വാഗ്ദത്ത കനാനിനെ നോക്കി യാത്ര ചെയ്യുന്ന ആ തീർത്ഥാടക സമൂഹത്തിലെ പഴയ നിയമ ഇസ്രയേൽ ജീവിതത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും വിട്ട് അവരെ നയിക്കുന്ന മോശയോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചിയാർ തരും. വീണ്ടും പറയുകയാണ്, ഞങ്ങൾക്ക് മിസ്രയീമിൽ വെച്ച് വില കൂടാതെ ഞങ്ങൾ തിന്നിട്ടുള്ള. മിസ്രയീമിൽ വെച്ച് ഞങ്ങൾക്ക് എന്തായിരുന്നു പ്രത്യേകത എന്നറിയാമോ? ഞങ്ങൾക്കെല്ലാം വില കൂടാതെ ആയിരുന്നു. അതാണ് ഇസ്രയേലിന് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം. ഇസ്രയേൽ അടിമയായതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. ഇസ്രയേലിനെല്ലാം വില കൂടാതെ കിട്ടണമായിരുന്നു, ഫ്രീ ആയിട്ട് കിട്ടണമായിരുന്നു. ഓഫർ, ഒന്നെടുത്താൽ 2 ഫ്രീ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ആസിഡാണെങ്കിലും അത് മേടിക്കുന്ന ഒരു കാലത്താണല്ലോ. അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് വില കീടാതെ ലഭിച്ചിട്ടുള്ള ആത്മീയ ജീവിതത്തിന് വില കൊടുക്കണം പ്രിയപ്പെട്ടവരെ. വില കൊടുക്കാതെ ഒരു ആത്മീയ ജീവിതമില്ല. സുവിശേഷ ജീവിതത്തിനൊരു വില കൊടുക്കണം. ഇപ്പൊ വില കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ വെള്ളിയാഴ്ച പകൽ ഈ 2 മണിക്കൂർ സമയം ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ ഈ സ്ലീബായുടെ കീഴിൽ നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ ഇത് വില കൊടുക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ നിക്ഷേപിക്കുകയാണ്. ആരാധനാ ജീവിതത്തിനൊരു വില കൊടുക്കണം. സുവിശേഷ ജീവിതത്തിനൊരു വില കൊടുക്കണം. വില കൊടുക്കാതെ നമുക്ക് ആത്മീയ ജീവിതമില്ല. പണത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. കാരണം നമുക്ക് വേണ്ടി തന്നെ മറുവിലയാക്കിയവനാണ് നമ്മുടെ മുമ്പാകെ നിൽക്കുന്നത്. അത് നോക്കുമ്പോൾ നമ്മുടെ വിലയൊക്കെ എന്നാ വിലയാണ്. നാം ഇവിടെ കാണുകയാണ്, മിസ്രയീമിൽ വെച്ച് ഞങ്ങൾക്കെല്ലാം വില കൂടാതെ കിട്ടുമായിരുന്നു. എന്തൊക്കെ കിട്ടുമായിരുന്നെന്ന് ഇസ്രായേൽ പറയുകയാണ്. സംഖ്യ 11:5. അവിടെ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി. പലചരക്ക് കടയിലെയും പച്ചക്കറി കടയിലെയും ലിസ്റ്റല്ല. ഇസ്രായേൽ ദൈവസന്നിധിയിൽ കണക്ക് പറഞ്ഞതിൻ്റെ വിവരമാണ്. സംഖ്യാപുസ്തകം 11 നമ്മൾ കാണുകയാണ്. ഇതെല്ലാം ഞങ്ങൾക്ക് വില കൂടാതെ കിട്ടുമായിരുന്നു. എന്നാൽ ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ നോമ്പ് പകുതിയാകുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ നമ്മുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു എന്ന്? ഉണ്ടെങ്കിൽ നമ്മൾ ഇസ്രായേലിൽ നിന്ന് പറഞ്ഞ ഇടത്ത് നിൽക്കുകയാണ്. ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു പറയുകയാണ്. പിന്നെ വീണ്ടും കടുപ്പപ്പെട്ട ഒരു കാര്യവും കൂടി ഇസ്രായേൽ പറഞ്ഞു. ഈ മന്ന അല്ലാതെ ഒന്നും കാണാനില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും ഈ മന്നയെ കുറിച്ച് പറയുന്നത് മഞ്ഞ് പൊഴിയുമ്പോൾ മന്ന പൊഴിയുമെന്നാണ്. മഞ്ഞ് പൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ന പൊഴിയും. അത്രമാത്രം ഇസ്രായേലിനെ സംരക്ഷിക്കാൻ യഹോവയാം ദൈവം മരുഭൂമിയിൽ മന്ന കൊടുക്കുകയാണ്. സ്വർഗീയ ഭക്ഷണം, ദിവ്യഭോജ്യം, അവരുടെ എല്ലാ വിശപ്പുകളും ശമിപ്പിക്കുന്ന ഒന്നേ. എന്നാൽ ജനം പറഞ്ഞത് എന്താണ്? എങ്ങോട്ട് തിരിഞ്ഞാലും ഈ മന്ന, ഞങ്ങൾ മടുത്തു. മന്നയോ കൊത്തമ്പാലരി പോലെയും അത്രയും വലിപ്പമേ ഉള്ളൂ. അതിൻ്റെ നിറം ഗുൽഗുലുവിലേന്ത് പോലെയും, അതിൻ്റെ രുചി ദോശയുടെ രുചി പോലെയുമായിരുന്നു. ദോശയുടെ രുചി, നിസാര ഭക്ഷണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും വീട്ടിൽ ദോശ ഇഡലിയൊക്കെ ആയിരിക്കും. ഇന്ന് ദോശ, നാളെ ഇഡലി. അത് വെച്ച് സ്കൂളിലേക്ക് പോകാൻ തിടുക്കപ്പെട്ട് മേശയുടെ അടുക്ക് വരുമ്പോൾ കുഞ്ഞ് ദയനീയമായിട്ട് നോക്കി അമ്മമാരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കില്ല, ഇന്നും ദോശയാണോ? ഇതെന്തേയും രുചിയാണ്. ഇത് സാധാരണ രുചിയാണ്, നിസ്സാരമായ രുചിയാണെന്ന് തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഇസ്രായേൽ പറയുന്നത്, എന്നും ഇതല്ലാതെ ഒന്നും കാണാനില്ല. നിസ്സാരമായ സമീപനം അവർക്ക് മന്നയോടുണ്ടായി. അവർ ദൈവിക ഭക്ഷണത്തെ നിസ്സാരമാക്കി. സംഖ്യ 11:7-8 നമ്മൾ കാണുന്നു, ജനം നടന്നു പെറുക്കി. പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ പെറുക്കും, താല്പര്യമില്ല. തിരികല്ലിൽ പൊടിക്കും.
കുറെ പേര് അതുകൊണ്ട് തിരികല്ലിൽ പൊടിക്കും, കുറെ പേര് ഉരലിൽ ഇടിക്കും, ചിലര് കലത്തിലിട്ട് പുഴുങ്ങി അപ്പം ഉണ്ടാക്കും. വലിയ താല്പര്യമൊന്നുമില്ല. മഞ്ഞ് പൊഴിയുമ്പോൾ മഞ്ഞയും പൊഴിയും. അങ്ങനെ ദൈവസന്നിധിയിൽ മന്നായെ ഇസ്രായേൽ മക്കൾ നിഷേധിച്ചു, ദൈവീക ഭക്ഷണത്തെ നിഷേധിച്ചു. അപ്പോൾ സംഖ്യ 11:18 നമ്മൾ കാണുകയാണ്, ദൈവം മോശയെ വിളിച്ചിട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ട് പറയുകയാണ്, എന്നാലും നിങ്ങൾ ഇറച്ചി തിന്നും. ദൈവം അവരുടെ കരച്ചിൽ കേട്ടു. പക്ഷെ ഗുണം വരാനാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ കാണാൻ പോവുകയാണ്. യഹോവയാം ദൈവം പറയുകയാണ്, എന്നാലും നിങ്ങൾ ഇറച്ചി തിന്നും, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചിയാർ തരും. മിസ്രയീമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു, ഫറവോന്റെ ഇറച്ചിക്കലങ്ങളിലെ ഇറച്ചിക്കറിക്ക് എന്തുമാത്രം രുചിയായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഇറച്ചി തരാൻ പോവാണ്, പറയുകയാണ് ഇസ്രായേലിനോട്. ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ തിന്നുകയും ചെയ്യും. 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, 1 മാസം മുഴുവനും തന്നെ അത് നിങ്ങളുടെ മൂക്കിൽ കൂടി പുറപ്പെട്ട് നിങ്ങൾ കോക്കാനം വരുവോളം നിങ്ങൾ തിന്നും. ദൈവികമായ ഭക്ഷണത്തെ, ദൈവ സാമീപ്യത്തെ, യഹോവയാം ദൈവത്തിന്റെ വിടുതലിനെ നിസാരമാക്കിയ ഇസ്രായേലിനോട് യഹോവയാം ദൈവം പറയുകയാണ്, നിങ്ങൾ എന്തു കൊതിച്ചുവോ അതുകൊണ്ട് നിങ്ങളെ തീർക്കാൻ പോവാണ്. എന്താണ് പിന്നെ നമ്മൾ കാണുന്നത്? സംഖ്യ 11:31 നമ്മൾ കാണുന്നു, അനന്തരം യഹോവ അയച്ച് ഒരു കാറ്റ് ഊതി. പഴയ നിയമം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ബാധ വരാൻ പോകുന്നതിന് മുമ്പ് ഒരു കാറ്റ് ഊതും. യഹോവ അയച്ച കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. എന്താണ് അവർക്ക് കൊടുക്കുന്ന ഇറച്ചി? സ്പെഷ്യൽ സാധനമാണ്, കാട ഫ്രൈ. അതാണ് കൊടുക്കാൻ പോകുന്നത്. കടലിൽ നിന്ന് യഹോവ അയച്ച ഒരു കാറ്റ് 10,000 കാടകളെ ഇസ്രായേലിന്റെ പാളയത്തിനടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. പാളയത്തിന്റെ സമീപത്തെ 1 ദിവസത്തെ വഴി ഇങ്ങോട്ടും 1 ദിവസത്തെ വഴി അങ്ങോട്ടും, അങ്ങനെ പാളയത്തിന്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത് ഒരു കൈ കൊണ്ട് പിടിക്കാവുന്ന പൊക്കത്തിൽ 1000 കാടപ്പക്ഷികൾ, തടിച്ചു കൊഴുത്ത കാടപ്പക്ഷികൾ ഇങ്ങനെ നിൽക്കുകയാണ് ജനത്തിന്റെ കൈക്ക് തൊട്ട് മുമ്പിൽ. ജനം ചാടി എഴുന്നേറ്റു, വലിയ ഉത്സാഹമായി, കരച്ചിലൊക്കെ പോയി. ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് പോലെ, സന്ധ്യക്ക് നമസ്കാരം നടത്താനിരിക്കുന്നത് പോലെ ഒന്നും അല്ല, വലിയ ഉത്സാഹമായി. ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതും സന്ധ്യക്ക് പ്രാർത്ഥിക്കാനിരിക്കുന്നതുമൊക്കെ ആദ്യം മഞ്ഞ പെറുക്കിയതുപോലെ, ആ ബോഡി ലാംഗ്വേജ് ഞാൻ പറഞ്ഞല്ലോ, നടന്ന് പെറുക്കി, ചിലപ്പോൾ ഉരലിലിടും, ഇല്ല ചിലപ്പോൾ കറണ്ട് പോയാൽ പ്രാർത്ഥിക്കും, ചിലപ്പോൾ തിരികല്ലിലിടും, ചിലർ സീരിയൽ കഴിഞ്ഞ് പ്രാർത്ഥിക്കും, ചിലപ്പോൾ ഇട്ട് പുഴുങ്ങും, എല്ലാം കൂടി ഒരുമിച്ച് ചൊല്ലി തീർക്കും. മന്നായോട് അങ്ങനെയായിരുന്നു. എന്നാൽ കാട വന്നപ്പോഴോ ചാടി എഴുന്നേറ്റു, വലിയ ഉത്സാഹമായി, ചാടി എഴുന്നേറ്റു. ജനം എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും പെറുക്കി, രാത്രി മുഴുവനും പെറുക്കി, പിറ്റന്നാൾ മുഴുവനും പെറുക്കി. ഒരു പകലും രാത്രിയും പിറ്റേന്നാളും കാടപ്പക്ഷിയെ പെറുക്കി കൂട്ടുകയാണ്. പ്രാർത്ഥനയില്ല, ദേവാലയത്തിൽ പോക്കുമില്ല, ഒന്നുമില്ലാതെ കാടയെ പെറുക്കി കൂട്ടി. മന്ന പെറുക്കിയ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, അന്നത്തേക്കുള്ളത് കഴിയുമ്പോൾ ബാക്കി ലാപ്സായി പോകും. എന്നാൽ ഇതങ്ങനെയല്ല, ഇതെന്തുമാത്രം വേണേലും പെറുക്കാമായിരുന്നു. ഇവിടെ പറയുന്നു, നന്നാ കുറച്ച് പിടിച്ചവൻ 10 പറ പിടിച്ചു കൂട്ടി. 10 പറ ഏറ്റവും കുറച്ച് പിടിച്ചവൻ, ചുമ്മാ അത് വീട് നടന്നവൻ അത്രയും കിട്ടി. എന്നാൽ അവർ എന്ത് ചെയ്തു? അവർ ആ ഇറച്ചി മുഴുവൻ പിടിച്ചുകൂട്ടി. നാം കാണുന്നു, പാളയത്തിന്റെ ചുറ്റിലും ചിക്കി. എന്താണ് പാളയം? യഹോവയാം ദൈവത്തിന്റെ പാളയം, ദൈവജനമായ ഇസ്രായേലിന്റെ പാളയം. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി കൂടെ നടന്ന് കൊണ്ടുവന്ന ജനത്തിന്റെ പാളയം, ദൈവസാന്നിധ്യം ഇരിക്കുന്ന പാളയം. ആ പാളയത്തിലെ മന്ന അവർക്ക് നിന്നയാവുകയും കാടയിറച്ചി അവർക്ക് കാര്യമാവുകയും ചെയ്ത് ആവോളം പിടിച്ച്
യഹോവയാം ദൈവത്തിന്റെ ഇസ്രായേൽ പാളയത്തെ അവർ മന്ന കൊണ്ട് അലങ്കരിക്കുന്നതിന് പകരം കാട ഇറച്ചി കൊണ്ട് അലങ്കരിച്ചു. അല്ലേ? കാട ഇറച്ചി ഇസ്രായേലിന്റെ പാളയത്തിന് ചുറ്റും ഉണങ്ങാനിട്ടു. അപ്പോൾ ദൈവം മോളിൽ നിന്ന് നോക്കുകയാണ്. ദൈവം മോളിലാണല്ലോ ഇരിക്കുന്നത്, അല്ലേ? നമ്മുടെ സാധാരണക്കാരുടെയൊക്കെ അറിവിൽ ദൈവം മുകളിലാണ് ഇരിക്കുന്നത്. ദൈവം മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പനോരമിക് വ്യൂവിൽ കാണുന്ന കാഴ്ച എന്താണ്? താഴെ എൻ്റെ പാളയം, താഴെ എൻ്റെ ജനം. എന്നാൽ എൻ്റെ ജനത്തിന്റെ പാളയത്തെ അവർ കാട ഇറച്ചി കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. എത്രയോ വലിയൊരു തെറ്റ്. അതാണ് ആത്മീയ ജീവിതം നാം നയിക്കുന്ന നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു തിരുത്ത്. എന്താണ് സംഭവിച്ചത്? സംഭവിച്ച കാര്യം പറയാൻ പോവുകയാണ് കേട്ടോ. സംഖ്യ 11:33 മുമ്പേ പറഞ്ഞില്ലായിരുന്നോ? എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇറച്ചി തരുമെന്ന്. ആ സംഭവിക്കാൻ പോകുന്നത് 33 പറയുകയാണ്. എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനടിയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചിറക്കും മുമ്പ് തന്നെ യഹോവയുടെ കോപം ജനത്തിന് നേരെ ജ്വലിച്ചു. യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു. ദുരാഗ്രഹികളുടെ കൂട്ടത്തെ അവിടെ കുഴിച്ചിട്ടു. അതാണ് സംഭവിച്ചത്. ദുരാഗ്രഹികളുടെ കൂട്ടം അവിടെ കുടിച്ചിടപ്പെട്ടു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ വലിയൊരു ബഫറ്റ് നടന്നു, അല്ലേ? അവിടെ വലിയൊരു വിരുന്ന് നടന്നു. ബഫറ്റ് ഡിന്നറൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? വലിയ വലിയ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാം. ഒരു തുക അടച്ചു കഴിഞ്ഞാൽ പിന്നെ അൺലിമിറ്റഡ് ആണ് എന്ന് പറഞ്ഞതുപോലെ ഒരു വലിയ ബഫറ്റ് അവിടെ നടക്കുകയായിരുന്നു. പക്ഷേ അതെന്തായിരുന്നു? ഇറ്റ് വാസ് ആൻ അൺഫിനിഷ്ഡ് ബഫറ്റ്. അത് പൂർത്തിയാക്കാത്ത ഒരു ബഫറ്റായിപ്പോയി. ദുരാഗ്രഹികളുടെ കൂട്ടം അവിടെ കുഴിച്ചിടപ്പെട്ടു. ഈ നോമ്പ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തലും അത് തന്നെയാണ്. നമ്മുടെ അമിത ആശകളെ ഒന്ന് അടക്കി മുമ്പോട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ആശകളുണ്ടാകും, അത് സ്വാഭാവികമാണല്ലേ? ഭക്ഷണത്തോടുള്ള താല്പര്യങ്ങൾ, ബന്ധങ്ങളോടുള്ള താല്പര്യങ്ങൾ, ധനത്തോടുള്ള താല്പര്യങ്ങൾ, അതിങ്ങനെ ജ്വാല കണക്കെ മനുഷ്യ ജീവിതത്തിൽ ഉയർന്നുകൊണ്ടിരിക്കും. പക്ഷേ ദൈവസാന്നിധ്യത്താൽ അതിനെ വിധേയപ്പെടുത്തി കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ഈ നോമ്പ് സിംഹത്തിന്മേലിരുന്നുള്ള ഒരു യാത്ര പോലെ ഒരു ഷോക്ക് അബ്സോർബിംഗ് ആയിട്ട് നമുക്ക് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 21-ാം അധ്യായത്തിൽ നമ്മൾ മറ്റൊരു സംഭവം കൂടി കാണുന്നുണ്ട്. സംഖ്യാപുസ്തകം. ഇത്രയും വലിയ ദുരാഗ്രഹികളുടെ കൂട്ടത്തെ അവിടെ കുഴിച്ചിട്ടിട്ടും ബാധയാൽ സംഹരിച്ചിട്ടും പിന്നെയും ജനത്തിന് മതിയാകുന്നില്ല. ജനം വീണ്ടും മന്നായെ നിന്ദിക്കുകയാണ്. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, അതിന്റെ 5-ാം വാക്യത്തിൽ, വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വീണ്ടും മുന്നോട്ട് പോകുമ്പോഴും ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം വീണ്ടും ദൈവത്തോട് എതിർക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. ഇച്ചിരിയും കൂടെ ഗ്രേഡ് കൂട്ടി. ആദ്യം എത്രയും കടുപ്പത്തിൽ പറഞ്ഞില്ല, കരയുമായിരുന്നു. ഇതിന് ദോശയുടെ രുചിയാ, ഇതൊന്നും പോരാന്ന് പറയുകയായിരുന്നു. പക്ഷെ രണ്ടാമത് പറയുന്നത്, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. ദൈവിക ഭക്ഷണത്തെ വിളിച്ചിരിക്കുന്ന പേരാണ് സാരമില്ലാത്ത ആഹാരം. അത് പറയുകയും പിന്നെ ചോദ്യവും ഇല്ല, പറച്ചിലും ഇല്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. മരുഭൂമിയിൽ വലിയ പാമ്പിൻ കൂട്ടം ഈ ജനത്തിന് നേരെ വരികയാണ്. ഈ അടുത്തിടെ പത്രത്തിൽ ഒരു അറിയിപ്പ് കണ്ടു, സൗദി മേഖലയിലൊക്കെ മരുഭൂമിയിൽ പാമ്പുകൾ കൂട്ടത്തോട് ഇറങ്ങും. ചൂടുകാലമാകുമ്പോൾ ഈ ചൊരിമണലിനടിയിൽ നിറയെ വിഷസർപ്പങ്ങളുണ്ട്. ചൂടുകാലമാകുമ്പോൾ അതിനകത്ത് ഇരിക്കാനാവാതെ ഇതെല്ലാം പുറത്ത് ചാടും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ ചൂടുകാലത്തൊക്കെ ഇതൊക്കെ ചാടി വരും. അങ്ങനെ ഇത് മുഴുവൻ കൂട്ടത്തോടെ 100 കണക്കിന് സർപ്പങ്ങൾ ഒരുമിച്ച് ഇസ്രായേൽ പാളയത്തിന് നേരെ വരികയാണ്. അത് ഈ മരുഭൂമിയിലെ ഒരു കാഴ്ചയാണ്, ഒരു സ്ഥിരം കാഴ്ചയാണ്. പക്ഷെ ഇവിടെ രണ്ടും കൂടി ഒത്തു വന്നു. വായിന്ന് പുറപ്പെട്ടതും സർപ്പം ഇറങ്ങിയതും കൂടെ ഒരുമിച്ച് വന്നു. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ആപത്തുകളിൽ, അനർത്ഥങ്ങളിൽ അകപ്പെടുമ്പോൾ ഇത് രണ്ടും കൂടി ഒത്തുവരും. ചിലപ്പോൾ നമ്മുടെ ദൈവനിന്ദയും പാമ്പിറങ്ങുന്നതും കൂടെ ചിലപ്പോൾ ഒരുമിച്ചൊത്തുവരും.
സംഭവിച്ചു കൂടാഴുകയില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരികയായിരുന്നു. ദൈവത്തെ നിന്ദിക്കുകയും സർപ്പത്തെ അയക്കുകയും ചെയ്തത് ഒരേ സമയത്താണ്. എന്ത് സംഭവിച്ചു? അവ ജനത്തെ കടിച്ചു. വെറും ജനമാണോ? വെറും ജനമാണോ? അമോര്യരാണോ? പെരിസ്യരാണോ? കനാര്യരാണോ? ഹിത്യരാണോ? മോവാബ്യരാണോ? മിദ്യാന്യരാണോ? അല്ല, ഇസ്രായേൽ, യഹോവയാം ദൈവത്തിന്റെ സ്വന്തം ജനം. യഹോവയാം ദൈവത്തിന്റെ സ്വന്തം ജനത്തെ മരുഭൂമിയിൽ സർപ്പം കടിക്കുകയാണ്. ഒറ്റ കാര്യത്തിന്റെ പേരിൽ. ഈ വെറും ഭക്ഷണം ഞങ്ങൾ കഴിച്ചു മടുത്തു. ദൈവിക ഭക്ഷണത്തെ നിന്ദിച്ചതിന്റെ ഒറ്റ പേരിൽ ജനമെല്ലാം മരിച്ചു വീഴുകയാണ്. അവരോടി മോശയുടെ അടുക്കൽ വന്നു. അവർക്ക് അത്രയും നാളും ഫറവോൻ മതിയായിരുന്നു. പാമ്പ് കടിച്ചു കഴിഞ്ഞപ്പോൾ മോശയുടെ അടുക്കൽ വരികയാണ്. കാരണം അത്രമാത്രം പേടിച്ചു പോയി. പേടിച്ചു കഴിയുമ്പോൾ ഓടി ദൈവസന്നിധിയിലേക്ക് വരും. പ്രശ്നമെല്ലാം തീർന്നു കഴിയുമ്പോൾ വീണ്ടും നെഞ്ചു വിരിക്കാനായിട്ട് തുടങ്ങും. അത് ജനത്തിന്റെ എക്കാലത്തെയും വലിയൊരു പ്രത്യേകതയാണല്ലേ. ഓടിച്ചിട്ട് പാമ്പ് കടിക്കുകയാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട്, അയ്യോ ഞങ്ങളെ കടിക്കരുതേ, ഞങ്ങൾ കത്തീഡ്രലുകാരാണ്. കത്തീഡ്രലുകാർക്ക് പ്രത്യേകതയുണ്ടല്ലോ അല്ലേ. ഞങ്ങൾ കത്തീഡ്രലുകാരാണ്, ഞങ്ങളെ കടിക്കരുത്. കത്തീഡ്രലാണെങ്കിൽ നിനക്കിരിക്കട്ടെ ഒരു 4 കടി കൂടുതൽ. ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾ മെത്രാപ്പോലീത്തയുടെ അരമനപ്പള്ളി പോകുന്നവരാണ്, ഞങ്ങളെ കടിക്കല്ലേ. നിന്നെ ഓടിച്ചിട്ട് കടിക്കും. നമ്മുടെ എല്ലാ പാരമ്പര്യങ്ങളെയും, വ്യർത്ഥമായ പിതൃപാരമ്പര്യങ്ങളെയും, മേനിപറച്ചിലുകളെയും, ആത്മീയ കാപട്യങ്ങളെയും ദൈവസന്നിധിയിൽ വെളിവാക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. മരുഭൂമിയിൽ അതാണ് ഇസ്രായേലിന് സംഭവിച്ചത്. ഇസ്രായേൽ എല്ലാ യോഗ്യതയോടും കൂടി ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന മട്ടിൽ ഇങ്ങനെ പ്രയാണം ചെയ്തു പോവുകയാണ്. പക്ഷെ ദൈവത്തിനെതിരായി തിരിഞ്ഞപ്പോൾ അതിന് മറുപടി പറയേണ്ടതായിട്ട് വന്നു. മോശയുടെ അടുക്കൽ വന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമേ എന്ന് മോശയോട് പറഞ്ഞു. അത്രയും നാളും മോശയും വേണ്ടായിരുന്നു. മോശ പ്രാർത്ഥിച്ചു. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ്. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. മോശ അത് ചെയ്തു അല്ലേ. ഒരു കൊടിമരം ഉണ്ടാക്കി അതിന്റെ കുറുകെ ഒരു കമ്പ് നാട്ടി അതിലൊരു അഗ്നിസർപ്പത്തെ തൂക്കിയിട്ടു. അതിന് ഒരു കുരിശിന്റെ രൂപം തന്നെയായിരുന്നു. പഴയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ ശ്ലീബായുടെ അനേകം മുൻകുറികൾ നമുക്ക് സൂക്ഷ്മവായനയിൽ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ഒരു മുൻസൂചനയാണത്. അതുകൊണ്ടാണ് ഈ നോമ്പിന്റെ മധ്യത്തിൽ, ഈ മരുഭൂപ്രയാണത്തിന്റെ മധ്യത്തിൽ, നമ്മുടെ പാളയത്തിന്റെ മധ്യത്തിൽ നമ്മൾ ഇറച്ചി ചിക്കാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ശ്ലീബായെ ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. നമ്മത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. പിത്തള സർപ്പത്തെ പാളയ മധ്യത്തിൽ ഉയർത്തി. പിന്നെന്താണ് സംഭവിച്ചത്? പാമ്പ് പിന്നെ ആൾക്കാരെ കടിച്ചോ? കടിച്ചു. പിത്തള സർപ്പം ഉയർത്തിയിട്ടും പാമ്പ് കടിച്ചു. പാമ്പ് കടി നിർത്തിയൊന്നുമില്ല കേട്ടോ. പിത്തള സർപ്പത്തെ ഉയർത്തിയത് കൊണ്ട് പാമ്പ് കടി നിർത്തിയില്ല. പക്ഷെ കടിച്ചവർ, പാമ്പ് കടി ഏറ്റവർ പിത്തള സർപ്പത്തെ നോക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കിയവർ രക്ഷപ്പെട്ടു, നോക്കാത്തവർ വീണുപോയി. ഈ നോമ്പുകാലത്ത് നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നാം നോക്കണം അല്ലേ. ക്രൂശിന്മേൽ കാണുന്ന പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു എന്ന ബോധ്യം, അവൻ നമുക്ക് വേണ്ടി ചാകുന്നു എന്ന ബോധ്യമുണ്ടാവുകയും അതിലേക്ക് നോക്കുകയും ചെയ്താൽ മാത്രമേ നാം വീട് മരിക്കാതിരിക്കുകയുള്ളൂ. ഈ വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പുതിയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ പത്രോസിന്റെ ജീവിതത്തിലെ ഒരു സംഭവം അവിടെ പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 57-ാം വാക്യത്തിൽ കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെ സമയമാണ്.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 57-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യാഫായുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടിയിരുന്നിടത്ത് അവനെ കൊണ്ടുപോയി. എന്നാൽ പത്രോസ് ദൂരവേ. ആ വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരായിരുന്നു പത്രോസ്? ചാരവേ നടന്നവൻ, ചാരേ നടന്നവൻ അല്ലേ? ആര് നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞവൻ. ആ വാക്ക്, സുവിശേഷത്തിലെ ആ വാക്ക് നമ്മൾ വളരെയേറെ ശ്രദ്ധയോടുകൂടി കാണണം. ദൂരവേ. പലപ്പോഴും നമ്മുടെ ഒരു നടപ്പ് ദൂരമാണത്. ദൂരവേ, ദൂരവേ നടന്ന് മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്ന് അകത്ത് കടന്ന്, ഇനിയുള്ള വാക്കാണ് ഞാൻ പറയാൻ പോകുന്നത്, അവസാനം കാണുവാൻ. വളരെയേറെ ധ്യാനിക്കേണ്ടുന്ന ഒരു പദമാണത്. ടു സീ ദി എൻഡ്. എന്തിന്റെ അവസാനം? അതാണ് ഏറെ ക്രൂരമായിരിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ അവസാനമാണോ ഉദ്ദേശിക്കുന്നത്? അതോ നടക്കാൻ പോകുന്ന ന്യായവിധിയുടെ അവസാനമാണോ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ അകലത്തായി, നമ്മുടെ പ്രിയപ്പെട്ടവർ ആത്മീയ പ്രതിസന്ധിയിലാകുമ്പോൾ അവരിൽ നിന്ന് അകലത്തായി ദൂരവേ നിന്നിട്ട്, നമ്മുടെ പള്ളിയിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, നമ്മുടെ അയൽ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ ദൂരവേ നിന്നിട്ട് ഒരു നോട്ടം നോക്കാറില്ലേ? എന്താകും? ഇതെവിടം വരെ പോകും? അങ്ങനെയൊരു നോട്ടം. ദൂരവേ നിന്ന് അവസാനം കാണുവാൻ സേവകരോടുകൂടിയിരുന്നു. ശിഷ്യന്മാരോടുകൂടി ഇരുന്നവൻ സേവകരോടുകൂടി ഇരിക്കുകയാണ്. രാജാവിന്റെ സേവകരോട് കൂടി ഇരുന്നു. കാരണം അവരുടെ കൂട്ടത്തിലായി കഴിഞ്ഞാൽ കുഴപ്പമില്ല, മാറി നിന്നാൽ അറസ്റ്റ് ചെയ്യും. അവരെല്ലാം കള്ളസാക്ഷികളെ അന്വേഷിച്ചു നടക്കുന്നു, യേശുവിനെതിരെ ആരോപണം ചുമത്തുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 69-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്ത് ഇരുന്നു. വിധിമന്ദിരത്തിന്റെ നടുമുറ്റത്തിരിക്കുകയാണ് പത്രോസ്. ആദ്യം അവന്റെ അടുക്കൽ ഒരു വേലക്കാരുത്തി വന്നു. ഒരു പേരുമില്ല. എ സെർവന്റ്, എ മിയർ സെർവന്റ്. ഒരു പേരും അവിടെ പറയുന്നില്ല. ഒരു പേരുമില്ലാത്ത ഒരു സ്ത്രീ പത്രോസിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് ഇത് മാത്രമാണ് ചോദിക്കുന്നത്, നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടി ആയിരുന്നല്ലോ, നിന്നെ പലപ്പോഴും ഞാൻ അവിടെ കണ്ടിട്ടുണ്ടല്ലോ. അതിന് അവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേക്കെ തള്ളി പറഞ്ഞു. സുവിശേഷത്തെ തള്ളിപ്പറഞ്ഞു. നീയും ഗലീലക്കാരന്റെ കൂടെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സുവിശേഷം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെയാണ്, ഞാൻ അവന് വേണ്ടിയാണ്, അവൻ എനിക്ക് വേണ്ടിയാണ് എന്നതിൽ പരം ഒരു സുവിശേഷം ഈ ലോകത്തിലില്ല. അപ്പോൾ അങ്ങനെ ഒരു സുവിശേഷ കാര്യമാണ് ഈ വേലക്കാരി, യാതൊരു പേരുമില്ലാത്തവൾ പത്രോസിനോട് പറയുന്നത്. പക്ഷെ പത്രോസ് എന്താണ് ചെയ്തത്? തള്ളിപ്പറയുകയാണ്. ഒന്നാമത്തെ തള്ളിപ്പറച്ചിൽ. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെട്ടു. നടുമുറ്റത്തുനിന്ന് പടിപ്പുരയിലേക്ക് പോയി. അവിടെ ആരുണ്ടായിരുന്നു? അവിടെ മറ്റൊരുത്തി ഉണ്ടായിരുന്നു. അനാഥർവ്യമാണ്. അവിടെയും പേരില്ല. സത്യത്തിൽ ഇവരുടെ ഒന്നും മുമ്പിൽ പത്രോസിന് ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. പത്രോസ് കോടതിയിലൊന്നുമല്ല നിൽക്കുന്നത്. ഇത്രമാത്രം തള്ളിപ്പറഞ്ഞ് ഭയപ്പെടേണ്ടുന്ന കാര്യമൊന്നുമില്ല. കോടതിയിലാണെങ്കിൽ നമുക്ക് പറയാം, ഇവരാരെങ്കിലും പരീശന്മാരോ ശാസ്ത്രിമാരോ മഹാപുരോഹിതന്മാരോ പത്രോസിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇത് യാതൊരു പേരുമില്ലാതെ അവിടെ മുറ്റമടിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീ. രണ്ടാമത് വേറൊരുത്തി, അവളും വന്ന് കർത്താവിനോട് പത്രോസിനോട് ചോദിക്കുകയാണ്, ഇവനും നസറായനായ യേശുവിനോട് കൂടിയായിരുന്നു. അപ്പോൾ രണ്ടാമത് പറയുകയാണ്, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്നവൻ രണ്ടാമതും ആണയോടെ തള്ളി പറഞ്ഞു. ആദ്യം ആണയിട്ടില്ലായിരുന്നു, രണ്ടാമത് ആണയിട്ട് തള്ളി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ആണി അടിച്ച് തള്ളി പറയുകയാണ്. തള്ളിപ്പറച്ചിലിനെ ആണിയടിച്ച് ഭിത്തിയിൽ തൂക്കുകയാണ്. അത്രമാത്രം അതിനെ ഉറപ്പിക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞിട്ട് വേറൊരു കൂട്ടർ വരുന്നു. അത് അവിടെ നിന്നവരാണ്. ആദ്യം ഒരുത്തി വന്നു, രണ്ടാമത് മറ്റൊരുത്തി വന്നു. അവർക്ക് ആർക്കും ഒരു പേരില്ല, ഒരു ഡെസിഗ്നേഷനും ഇല്ല.
മൂന്നാമത് അവിടെ നിന്നവർ വന്നു. എ മോബ്, ഒരു ചെറിയ ആൾക്കൂട്ടം, അവർക്കും പേരില്ല. ഇവരെ ആരെയും പത്രോസ് പേടിക്കേണ്ടത് കാര്യമില്ല. പക്ഷെ ആ ചെറിയ ആൾക്കൂട്ടവും വന്നിട്ട് പത്രോസിനോട് പറയുന്നു, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണം നിന്നെ വെളിവാക്കുന്നു. യുവർ പ്രൊനൗൺസിയേഷൻ റിവീൽസ് യു. ക്രിസ്ത്യാനി എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ഉച്ചാരണം അവനെ വെളിവാക്കും. ഒരു സമൂഹത്തിൽ ക്രിസ്ത്യാനി നിൽക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ അറിയാമായിരുന്നു. അപ്പോൾ എവിടെയൊക്കെയോ ചില അവശേഷിപ്പുകൾ പത്രോസിലുമുണ്ട്. നിന്റെ ഉച്ചാരണം നിന്നെ വെളിവാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആകെ വിഭ്രാന്തനായി. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. അത് മനസാക്ഷിയുടെ കോഴി കൂകലായിരുന്നു. അത് മനസാക്ഷിയുടെ കോഴി കൂകലായിരുന്നു. എന്നാൽ കോഴി കൂകും മുമ്പേ നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. പരനെ തള്ളി പറഞ്ഞ പത്രോസതിരാവിലെ സമയേ പെരുത്ത ദുഃഖം നിറഞ്ഞു പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. അതാണ് അവസാനം സംഭവിച്ചത്. അതാണ് അവസാനം സംഭവിച്ചത്. ഞാൻ ആ വാക്ക് എടുത്തു പറയുവാൻ കാര്യം, ആദ്യം ഇങ്ങനെ ഒരു വരി ഉണ്ടായിരുന്നു. അകത്ത് കിടന്ന് അവസാനം കാണാൻ സേവകന്മാരോട് കൂടി പോയി ഇരുന്നായിരുന്നില്ലേ? പക്ഷെ അവസാനം കരഞ്ഞതാരാണ്? പത്രോസാണ് കരഞ്ഞത്. നാമും ഈ സഭയും ഇതിൻ്റെ ആരാധനയും ഇതിൻ്റെ നോമ്പനുഷ്ഠാനങ്ങളും എൻ്റെ കർത്താവ് കാൽവറിയിൽ എനിക്ക് വേണ്ടി നടത്തിയ പരമയാഗവും ഒന്നുമല്ല എന്ന മട്ടിൽ അവസാനം കാണുവാൻ കൂടിയിരിക്കുന്ന കാണികളുടെ കൂട്ടത്തിൽ ഗാലറിയിലാണെങ്കിൽ പത്രോസിന് സംഭവിച്ച ഒരു കാര്യം ഓർത്തോണം. അവിടെയുള്ളവരാരും കരഞ്ഞില്ല, കർത്താവ് പോലും കരഞ്ഞില്ല. പക്ഷെ അവസാനം കാഴ്ചക്കാരൻ കരയേണ്ടി വന്നു. പെരുത്ത ദുഃഖം നിറഞ്ഞ് പുറത്തിറങ്ങി പൊട്ടിക്കരയേണ്ടതായിട്ട് വന്നു. സഭാപാരമ്പര്യങ്ങളിൽ പറയുന്നത് പിന്നീട് പത്രോസ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. കണ്ണുനീരടങ്ങാത്ത കണ്ണുകളായി പത്രോസിന്റെ കണ്ണുകൾ മാറി. ആ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ചാലുകൾ ഇങ്ങനെ പുറപ്പെട്ട് ആ മുഖത്തുകൂടി 2 വരയുണ്ടായി എന്നാണ്. ഉപ്പൊഴുകി ഒഴുകി അത്രമാത്രം ആ മുഖത്ത് ചാല് കീറി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, അവസാനം കാണാൻ നാം ആഗ്രഹിക്കുമ്പോൾ അവസാനം എന്താകും എന്നതിനെക്കുറിച്ച് നാം നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. യെരമ്യാ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ അവസാനം ഇങ്ങനെയൊരു ചോദ്യമുണ്ട്, എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ഇതെല്ലാം നടക്കുമല്ലോ. നിങ്ങളുടെ യോഗ്യത, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ വാക്ചാതുര്യം, വെട്ടിപ്പിടിക്കുവാനുള്ള നിങ്ങളുടെ തൻ്റെ ഇടം ഇല്ലേ? ഹേ അഴകുള്ളോനെ, അഴകുള്ളവളെ, നോമ്പിലെ പാട്ടതല്ലേ നമ്മളോട് പറയുന്നത്? ഈ പകലിൽ നീ ഏറ്റവും തേജോമയിയായി കാണപ്പെടുന്നു. നിന്റെ സൗന്ദര്യം, നിന്റെ അധികാരം, നിന്റെ ധനം. എന്നാൽ സായംകാലം വരുന്നു, സന്ധ്യ വരാൻ പോകുന്നു, ഇരുൾ വരുന്നു. ഇരുൾ നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നീ എന്ത് ചെയ്യും? പ്രവാചകനായ യെരമ്യാ 5-ാം അധ്യായത്തിന്റെ അവസാനം ചോദിക്കുകയാണ്. വിസ്മയവും ഭയങ്കരവുമായ ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പ്രവാചകന്മാരെ കുറ്റപ്പെടുത്തുന്നു. പുരോഹിതന്മാർ അവരോട് കയ്യായി നിന്ന് അധികാരം നടത്തുന്നു, പുരോഹിതന്മാരെ കുറ്റപ്പെടുത്തുന്നു. അവസാനമോ എൻ്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. ഇന്നത്തെ അനേക കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പരാതിയുണ്ടല്ലോ, പരിഭവമുണ്ടല്ലോ. അതിൻ്റെ കാര്യം യെരമ്യാവ് പറയാണ്, എൻ്റെ ജനത്തിനോ അത് ഇഷ്ടമായിരുന്നു. അവിടെയാണ് നമുക്ക് പാളിപ്പോയത്.
അതുകൊണ്ട് പ്രവാചകന്മാരോടും, അതുകൊണ്ട് പുരോഹിതന്മാരോടും, അതുകൊണ്ട് ജനത്തോടും യെരമ്യാവ് ചോദിക്കുകയാണ്, എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? പത്രോസിന്റെ ജീവിതത്തിൽ അതാണ് പ്രതിധ്വനിക്കുന്നത്. അവസാനം കാണാൻ പത്രോസ് ഗാലറിയിലായിരുന്നു. ആദ്യം ഒരുത്തി വന്നു, പിന്നീട് മറ്റൊരുത്തി വന്നു, പിന്നീട് ഒരു കൂട്ടം വന്നു, എ മോബ്. അവരുടെ എല്ലാം മുമ്പിൽ തള്ളിപ്പറഞ്ഞിട്ട് കോഴി കൂകിയപ്പോൾ, വനസാക്ഷിയുടെ നിലവിളി ഉയർന്നപ്പോൾ പുറത്തിറങ്ങി പൊട്ടിക്കരയേണ്ടതായിട്ട് വന്നു. പ്രിയപ്പെട്ടവരെ, നിശ്ചയമായും ഈ നോമ്പ് നമ്മുടെ കർത്താവിൻ്റെ കാൽവറിയിലെ പരമയാഗത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. മുന്തിരിത്തോട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ആത്മീയ ജീവിതം ഫലപ്രദമായ ഒരു മുന്തിരിത്തോട്ടമാണ്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ ആദ്യത്തെ മുന്തിരിത്തോട്ടം കാണുന്നുണ്ട്. നോഹ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, വീഞ്ഞു കുടിച്ചു, ലഹരി പിടിച്ചു, നഗ്നനായി കിടന്നു എന്നാണ് നമ്മൾ കാണുന്നത്. നാമും നമ്മുടെ കുടുംബജീവിതം, വ്യക്തിജീവിതം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ നഗ്നരായി തീരരുത്. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ വാക്കിലെ നഗ്നത, പ്രവൃത്തിയിലെ നഗ്നത, ഇതൊന്നും നമ്മുടെ തലമുറകളുടെ മുമ്പിൽ നമ്മളെ ആക്ഷേപാർഹരായി തീർക്കാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ആ നഗ്നത, ആദിയിലെ ആ നോഹയുടെ നഗ്നത, നോഹയ്ക്കൊരു വലിയ നഗ്നത ഉണ്ടായില്ലേ? സത്യത്തിൽ നോഹ അങ്ങനെ നഗ്നതപ്പെട്ട് കിടക്കേണ്ടത് ആളാണോ? പ്രളയത്തിന് മുമ്പ് ജീവവർഗത്തിന്റെ മുഴുവൻ ചുമതല കയ്യിൽ കൊടുത്ത ആളാണ് നീതിമാനായ നോഹ. പക്ഷെ പ്രളയശേഷം നഗ്നനായി പോയി. അതാണ് പറയുന്നത്, സൂക്ഷിച്ചും പ്രാർത്ഥിച്ചും ഒന്നിൽ പോലും അഹങ്കരിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഏത് വലിയ ആറാറാത്തിന്റെ മുകളിൽ നമ്മൾ ഉറയ്ക്കുമ്പോഴും വീഞ്ഞു കുടിച്ച് സ്വന്തം കൂടാരത്തിന്റെ പടപ്പ് തടിയിൽ കിടക്കുന്ന, അതിന്റെ ചുവട്ടിൽ കിടക്കുന്ന നഗ്നത നമ്മളെ കാത്തിരിപ്പുണ്ട്. അങ്ങനെയാകാതിരിക്കാനാണ് ഈ നോമ്പ് നമ്മളെ പരിശീലിപ്പിക്കുന്നത്, ബലപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നോമ്പ് ഒരു സിംഹത്തിന്റെ പുറത്ത് കയറിയുള്ള സുരക്ഷിതമായ യാത്രയാണ്. യാതൊന്നും നമ്മോട് അടുക്കുകയില്ല. അങ്ങനെ ആദിമനുഷ്യനായ നോഹയുടെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ പുറകിലോട്ടുള്ളവരെല്ലാം ആദിമനുഷ്യരാണ് കേട്ടോ. അതുകൊണ്ട് ആദിയിലെ ആ നഗ്നതയെ എങ്ങനെ കർത്താവ് തീർത്തു? ആദിമനുഷ്യനായ നോഹ തന്റെ കൂടാരത്തിന്റെ പടപ്പ് തടിയുടെ ചുവട്ടിൽ നഗ്നനായി കിടന്നെങ്കിൽ, എന്റെ പൊന്നു തമ്പുരാൻ കാൽവറിയിലെ ആ പടപ്പ് തടിയിന്മേൽ, വിശുദ്ധ സ്ലീബായിന്മേൽ, മൂന്നാണിമേൽ അവൻ അല്പവസ്ത്രധാരിയായിട്ട് കിടന്നു. അങ്ങനെ ആ സ്ലീബായിൽ അവൻ അല്പവസ്ത്രധാരിയായിട്ട് കിടന്നപ്പോൾ അവന്റെ ആ നഗ്നതയാൽ നോഹയുടെ നഗ്നതയുടെ നാണത്തെ അവൻ തീർത്തു. യെശയ്യാ പ്രവചനം 63:2 ഒരു ചോദ്യമുണ്ട്. നിന്റെ കുപ്പായം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ചുവന്നിരിക്കുന്നതെന്തേ? യെശയ്യാവ് മനുഷ്യപുത്രനോട് ചോദിക്കുകയാണ്, ഹേ മനുഷ്യപുത്ര, 63:2, ഹേ മനുഷ്യപുത്ര, നിന്റെ കുപ്പായം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ചുവന്നിരിക്കുന്നതെന്ത്? മുന്തിരി കൃഷിക്കാരൻ രാവിലെ ചക്ക് ചവിട്ടാൻ ഇറങ്ങി വൈകിട്ട് കയറി വരുമ്പോൾ ചക്ക് ചവിട്ടിയ മുന്തിരിയുടെ ചാറ് തെറിച്ച് അയാളുടെ കുപ്പായമെല്ലാം ഇങ്ങനെ ചുവന്ന് ചോര നിറഞ്ഞിരിക്കുന്നതായി തോന്നും. യെശയ്യാ പ്രവാചകൻ കർത്താവിനെ നോക്കി ചോദിക്കുകയാണ്, നീ ഒറ്റയ്ക്ക് മുന്തിരിച്ചക്ക് ചവിട്ടി, നിന്റെ കുപ്പായം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ചുവന്നിരിക്കുന്നത് എന്ത്? അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാണം തീർക്കാൻ, നമ്മുടെ വീഴ്ചകളെ പരിഹരിക്കുവാൻ. നോഹയുടെ, ആദാമിൻ്റെ, കയീൻ്റെ വീഴ്ചയുടെ നാണം തീർക്കാൻ അവൻ സ്ലീബായിന്മേൽ യാഗമായി. അവൻ ഒറ്റയ്ക്ക് ചക്ക് ചവിട്ടി. അവൻ അല്പവസ്ത്രധാരിയായി കിടന്നു. അവൻ്റെ അല്പവസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ചോര കൊണ്ട് ചുവന്നിരുന്നു. ആ ജയകരമായ സ്ലീബായുടെ ചുവട്ടിലാണ് ഈ ശ്രേഷ്ഠമായ നോമ്പിൽ നാം ഇരിക്കുന്നത്. ആ ബോധ്യത്തോടുകൂടി, ഉത്തരവാദിത്വത്തോടുകൂടി നമ്മുടെ ആത്മീയ ജീവിതം നയിക്കാൻ നമുക്ക് ഇടയാകട്ടെ. ഈ അനുഷ്ഠാനങ്ങൾ, നോമ്പ്, ഉപവാസം, ആരാധനകൾ നമ്മളെ ബലപ്പെടുത്തട്ടെ. ഉത്തമഗീതം 2-ാം അധ്യായം 15-ാം വാക്യം, ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ.
അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ.